അപ്പൊ ഇന്നത്തെ ദിവസം എന്താ ബ്രെഡിനകത്താണ് ആരംഭിക്കുന്നത്. ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത്. ഇന്ന് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തില്ല എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ 2 മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ച് വെച്ച് ഇത്തിരി പഞ്ചസാരയും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് അങ്ങ് മുക്കുക, വറക്കുക. എളുപ്പ പരിപാടിയല്ലേ. ഇന്ന് അച്ഛനതിന് നേരത്തെ പോണേ. അത് കാരണം ഇന്നലെ തന്നെ ഞാൻ ഓർത്തിട്ടാണ് കിടന്നത് ഇന്നിപ്പോൾ ബ്രെഡ് ആക്കാന്ന്. അപ്പൊ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നേരെ ഇത്തിരി ചായയും കൂടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കുവാണ്. ഇതാകുമ്പോൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തോളം ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ 2 മുട്ടയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയെങ്കിലും വയറ്റിലൊന്ന് ചെന്നോളുമല്ലോ. ഈ പിള്ളേർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഫുഡ് കൊടുക്കുന്ന കാര്യമേ. അതേസമയം ഇത്തിരി മുട്ടായിയോ ലേസോ അങ്ങനെയുള്ള വല്ല ഐറ്റംസ് ആണെങ്കിൽ ആരും പറയണ്ട, തന്നെ കഴിച്ചോളും. അതിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. കുഞ്ഞുങ്ങളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? നമ്മളിപ്പോഴാണേലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പൊ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ചായ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ദാ ഇങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുവാണ്. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ബ്രെഡും ഒക്കെ കഴിച്ച് ഇത്തിരി ചായയൊക്കെ കുടിക്കുവാണ്. രാവിലത്തെ അന്താളിപ്പ് ഒന്ന് ഒഴിഞ്ഞു മാറണല്ലോ. വേറൊന്നും അല്ല കേട്ടോ, ഈ ബ്രെഡ് എനിക്ക് ഇഷ്ടമുള്ള സാധനമായത് കാരണം ഇതിങ്ങനെ മുക്കി വറുത്ത് കഴിഞ്ഞാൽ ചൂടോട് കഴിച്ചാലല്ലേ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അങ്ങ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പെങ്കൊച്ചത്തെ ചേച്ചാച്ചന് താക്കോലെടുത്ത് എറിഞ്ഞു കൊടുത്തതാ കാണുന്നത്. നമ്മുടെ വഴിയുടെ പരിപാടി ഇതുവരെ തീരാത്തത് കാരണം വഴിപ്പണി കഴിഞ്ഞു. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി അത് ഓപ്പൺ ആവത്തുള്ളൂ. അതുവരെ വണ്ടി താഴെ അങ്ങാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് താക്കോലൊക്കെ എടുത്ത് നേരെ അച്ചാച്ചൻ പോയി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറുക്കനും പെണ്ണും രണ്ടുപേരുടെ കളിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് എന്തായാലും ഞാനൊരു കുഞ്ഞിപ്പെണ്ണിനെ വിടുന്നില്ല, കാരണം നല്ല ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും ഇതുപോലെ ഒരു പടി ഉള്ളതാണ് ഈ ജലദോഷം, ചുമ, ഏതെങ്കിലും ഒരു ഐറ്റംസ് വരുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ജലദോഷവും ചുമയുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2-3 ദിവസം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് എനിക്കിനി ചെറിയ ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വയ്യാഴികയും കാര്യങ്ങളും എല്ലാം ഒന്ന് മൊത്തത്തിൽ മാറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസത്തേക്ക് അംഗനവാടിയിലൊന്നും വിടുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കഴുകി പെറുക്കി എടുത്ത് വെച്ചു. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മത്തിക്കുട്ടന്മാരെയാണ് കേട്ടോ. അപ്പം ഇവരെ നേരെ ഒന്ന് കഴുകി വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എന്നാലും ഞാനൊരു ശകലം പീരയായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിനെല്ലാം ഒന്ന് വെട്ടിക്കഴുകി സെറ്റാക്കിക്കൊണ്ട് വരട്ടെ. അപ്പം അവനെല്ലാം ഒന്ന് കഴുകി പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ ഇത്തിരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നേരെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇട്ടിട്ട് വറക്കാനായിട്ടൊന്ന് പെരട്ടി എടുത്ത് വെക്കുവാണ്. ഇവിടെ ഈ മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആകെ എല്ലാവരും കഴിക്കുന്നതെന്ന് പറയാൻ സത്യത്തിൽ ഇതുപോലെ വറുത്ത് വെക്കുന്നതാണേ. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു ശകലം പീരയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. താഴെ പോയി 5-6 നമ്മുടെ ഇതുണ്ടല്ലോ, അയ്യോ എൻ്റെ പേരെന്നായിരുന്നു, മറന്നുപോയല്ലോ. എന്തൊരു മറവിയാന്ന് നോക്കണേ. കാന്താരി. കിട്ടി കിട്ടി കിട്ടി, കാന്താരിയെ. അപ്പോൾ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് നേരെ അത് ഇത്തിരി പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മാത്രം എടുക്കുന്നുള്ളേ. പീരയ്ക്കകത്തൊരു ശകലം മഞ്ഞപ്പൊടി കൂടിപ്പോയിട്ടുണ്ട്. ശകലമല്ല, ഇത്തിരി കൂടിപ്പോയി. പോട്ടെ, മഞ്ഞപ്പൊടിയല്ല, അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അപ്പം ഞാൻ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് നേരെ അത് പീരയൊക്കെ എടുത്ത് അടുപ്പയിലോട്ടൊക്കെ വെച്ചിട്ട് നേരെ ഇത്തിരി ലോഷൻ ഒഴിച്ചിട്ട് ഈ സിങ്കെല്ലാം ഒന്ന് തുടച്ചിടുവാണ്. അല്ലെങ്കിൽ നല്ല സൂപ്പർ മണമായിരിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് കുളിച്ച് കയറിയാലേ മൊത്തത്തിലൊന്ന് വൃത്തിയാവത്തുള്ളൂ. മത്തിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സൂപ്പർ ഉളുമ്പ് മണമാണ്. എന്താണേലും പോട്ടെ, ഉളുമ്പ് മണമാണേലും ടേസ്റ്റ് ഉണ്ടല്ലോ. അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇന്നലെ പിന്നെ ഇവിടെ ചക്കക്കുരുവും മാങ്ങായും പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീനും മുരിങ്ങയ്ക്കായും എല്ലാം കൂടെ കൂട്ടി തേങ്ങ അരച്ച് ചാറ് വെച്ചായിരുന്നേ. അമ്മയാണ്, ഞാനല്ല. അപ്പോൾ ഇതെല്ലാം ചാറ് വെച്ച് അമ്മ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കാരണം ഇതവിടെ ഇരുന്നു. അപ്പോൾ ഇതിനെ അന്നേരം തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് തട്ടിയിട്ട് ഇന്ന് രാവിലെ ഞാൻ അതെടുത്ത് ചൂടാക്കിയേ. ഒരു ചട്ടി കറിയല്ലേ, കളയാൻ പറ്റുമോ? അപ്പോൾ ഇന്നത്തെ ചാറ് കറി അതായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം നേരെ നമ്മുടെ ബിരിയാണി കിറ്റിനകത്ത് കിട്ടിയ പപ്പടമായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇന്നലെ വറുത്തില്ല, വേറെ പപ്പടമാണ് വറുത്തത്. ഇന്നിപ്പോൾ അത് വറുത്ത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു. സത്യത്തിൽ ഇത് കഴിക്കാൻ കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശമല്ല, ദുരുദ്ദേശം എനിക്കിവിടെ കഴിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇന്നലെ എടുക്കാതെ ഇന്നത്തേക്ക് ഇത് മാറ്റി വെച്ചത് കേട്ടോ. അപ്പം എൻ്റെ ദുരുദ്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിഷയുടെ കൊച്ചാണ് പൊന്നു. അവളിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവളുമായിട്ട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് ഇന്നത്തെ എൻ്റെ ദിവസം ഇതുപോലൊക്കെ അങ്ങ് പോയി കേട്ടോ. സിമ്പിൾ പരിപാടികളൊക്കെ ആയിരുന്നു, വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്തിരി മീൻകറി ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം. അല്ല, മീൻ പീര കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.